ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഘട്ടങ്ങൾ ഓരോ ഫേസുകളിലും പിന്നിടുകയാണ്. ഇന്ന് നാലാം ഘട്ടമാണ്. 96 മണ്ഡലങ്ങൾ, നിർണായകമായ 96 മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ ഇന്നെത്തും. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അദ്ദേഹം അവിടെ പങ്കെടുക്കും. അരവിന്ദ് കെജ്രിവാൾ സജീവമായി തന്നെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് റായ്ബറേലിയിൽ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇനി നാലാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആവേശകരമായ മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇന്നലെ രാത്രിയിൽ RMP നേതാവ് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് KK രമയടക്കം ആരോപിച്ച പശ്ചാത്തലമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ അവിടുത്തെ DCC അധ്യക്ഷൻ ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കും. നേരത്തെ പറഞ്ഞതുപോലെ 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി 96 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് മത്സരിക്കുന്ന കനൌജിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ്. ആന്ധ്രയുടെ പ്രത്യേകത, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതുമായി ചേർന്ന് നടക്കുന്നുണ്ട്. ഇതും പ്രധാനപ്പെട്ട NDA പോലെയുള്ള കക്ഷികൾക്ക് നിർണായകമാണ്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, BJPക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ UP അടക്കം ഇന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം പ്രാദേശിക പാർട്ടികൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ട്, സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ട്, ആന്ധ്രയിലും തെലങ്കാനയിലും മറ്റും. നേരത്തെയൊക്കെ BJPയും ഇന്ത്യ മുന്നണിയും തമ്മിൽ നേർക്കുന്നവരായിരുന്നു പോരാട്ടമെങ്കിൽ ഇത്തവണ TDP അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട രംഗങ്ങളിലേക്ക് കടന്നു വരുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. എന്താണ് ഈ 96 മണ്ഡലങ്ങളുടെ പ്രത്യേകതയായി എടുത്തു കാണിക്കാനുള്ളത്? രഞ്ജിത്ത്, അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത് 2019 ഈ 96 മണ്ഡലങ്ങളിൽ 42 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയം സ്വന്തമാക്കാൻ BJPക്ക് ഒറ്റയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളും വലിയ രീതിയിലുള്ള വിജയം നേടാൻ സാധിച്ചു. അതിൽ മൊത്തം 63 NDA സഖ്യത്തിന് വിജയിച്ചു കയറാൻ സാധിച്ച ഒരു ഘട്ടം കൂടിയാണ് ഈ നാലാം ഘട്ടം എന്ന് പറയുന്നത്. അവിടെ 50%-ലധികം വോട്ട് ഷെയർ BJPക്ക് സ്വന്തമായിട്ടുള്ള മണ്ഡലങ്ങളിൽ തന്നെയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിജയം ഇത്തവണ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ NDAക്കുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ തവണ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ തവണയും നില മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ ഇത്തവണ TDPയും ഒപ്പം തന്നെ ജനസേന അടക്കമുള്ള സഖ്യത്തെ രൂപീകരിച്ചുകൊണ്ട് NDA അവിടെ ഒരു വലിയ തിരിച്ചുവരവിനാണ് ഒരുങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആന്ധ്രാപ്രദേശിൽ വലിയൊരു മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ YSR കോൺഗ്രസിനെ പിന്തള്ളി കൂടുതൽ സീറ്റിലേക്ക് ഒരു 2 അക്കം തികയ്ക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം കൂടി നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്തായാലും അതൊക്കെ കണ്ടറിയേണ്ടതായിരിക്കുന്നു. രാവിലെ 7 മണിയോട് കൂടി തന്നെ വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ അവിടെ ആന്ധ്രാപ്രദേശിലെ കാര്യം നോക്കുമ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെയും നിയമസഭാ മണ്ഡലത്തിലും കൂടുതൽ മേൽക്കൈ നേടാൻ BJPക്ക് സാധിക്കും. കൂടുതൽ സീറ്റുകൾ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ, ശുഭപ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ 25 ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 22 YSR കോൺഗ്രസിനായിരുന്നു വിജയം ഉണ്ടായിരുന്നത്. ഇത്തവണ അത് താഴേക്ക് പോകുമെന്നുള്ളൊരു വിലയിരുത്തൽ, അല്ലെങ്കിൽ പ്രീ പോൾ സർവേയിലൊക്കെ ആ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ നിരവധി തവണ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും നിരവധി തവണയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മോദി ഗ്യാരണ്ടി അവിടെ വർക്കൗട്ട് ആകുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. കൂടാതെ നമ്മൾ തെലങ്കാനയിലേക്ക് പോകുമ്പോൾ അവിടെ 17 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ BRSനൊപ്പം നിന്ന സംസ്ഥാനം കൂടിയായിരുന്നു തെലങ്കാനയെങ്കിൽ ഇത്തവണ അവിടെ സ്ഥിതി മറ്റൊന്നാണ്. കാരണം ആദ്യമായി അവിടെ നിയമസഭയിൽ ഭരണത്തിലേറാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. കൂടാതെ NDAക്ക് കഴിഞ്ഞ തവണ അവിടെ 4 സീറ്റുകളാണ് ലഭിച്ചത്. ഇത്തവണ 2 അക്കത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് സൗത്ത് ഇന്ത്യയിലെ ഈ 2 സംസ്ഥാനങ്ങളിലും കൂടുതൽ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 63 കഴിഞ്ഞ തവണ NDA വിജയിച്ചതെങ്കിൽ, ഈ 96 63 വിജയിച്ചതെങ്കിൽ ഇത്തവണ ഈ 2 സംസ്ഥാനങ്ങളിൽ കൂടി കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് ഈ നാലാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ഈ പോളിംഗ് ശതമാനം വളരെയധികം കുറവായിരുന്നു മുൻകാലങ്ങളിലെ അപേക്ഷിച്ച്. ഇത്തവണയും ഈ നാലാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറയോ എന്നുള്ള ആശങ്ക BJP നേതൃത്വത്തിലുണ്ട്. ഒപ്പം തന്നെ മറ്റു പാർട്ടികൾക്ക്
പാർട്ടികൾക്കും ഒരേപോലെ തന്നെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഈ സൗത്ത് ഇന്ത്യയെ പോളിംഗ് ശതമാനം അപേക്ഷിച്ച് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഈ 3 ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു മിഥുൻ. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചില്ല. പ്രധാനമന്ത്രി അടക്കം കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തണമെന്ന ആഹ്വാനം കഴിഞ്ഞ 3ാം ഘട്ടത്തിന് മുൻപ് നടത്തിയിരുന്നു. ഇന്ന് മിഥുൻ പറഞ്ഞതുപോലെ BJPക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ BJP 50% മുകളിൽ വോട്ട് നേടി വിജയിച്ച നിരവധി മണ്ഡലങ്ങളിലുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രയിലൊക്കെ ഈ TDPയുമായി ചേർന്ന്, ജനസേനയുമായി ചേർന്ന് വലിയ പ്രതീക്ഷ NDA എന്ന രീതിയിൽ BJP പങ്കുവെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ പോളിംഗ് ശതമാനം സാധാരണയായി കാണുന്ന ഈ പ്രാദേശിക കക്ഷികൾക്ക് കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആന്ധ്രയിലും തെലങ്കാനയിലുമൊക്കെ ഇന്ന് കാര്യമായ പോളിംഗ് നടക്കണം. എന്താണ് പ്രാദേശിക കക്ഷികളുടെ അടക്കം പ്രതീക്ഷ ഈ മണ്ഡലങ്ങളിൽ? ഒപ്പം തെലങ്കാനയിൽ കൂടുതൽ സീറ്റുകൾ BJP വിചാരിക്കുന്നു. ആന്ധ്രയിൽ ഒരു സഖ്യമായി ചേർന്ന് കൂടുതൽ വോട്ട് ഷെയർ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള എന്തൊക്കെ നടപടികൾ ഈ 4ാം ഘട്ടത്തിൽ ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിൽ കടന്നു വന്നിട്ടുണ്ട്? തീർച്ചയായും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെ 3ാം ഘട്ടത്തിലും ഇത്തരത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആഹ്വാനം ചെയ്തതായിരുന്നു. കാരണം ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വേളയായിരുന്നു. അവിടെ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ എത്തണമെന്നുള്ള ഒരു ആഹ്വാനം നടത്തിയിരുന്നുവെങ്കിൽ പോലും തന്നെ ആ 3ാം ഘട്ടത്തിലും അത് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിലല്ല ഏറ്റവും കുറവ് പോളിംഗ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഉത്തരേന്ത്യയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടക്കുന്നത്. കാരണം അവിടെ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അത് തന്നെയാണ് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒപ്പം തന്നെ മറ്റു പാർട്ടികളെയൊക്കെ തന്നെ അലട്ടുകയും ചെയ്യുന്നത്. കാരണം ഈ ചൂടത്ത് കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും നമ്മൾ എടുത്തു കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സൗത്ത് ഇന്ത്യയിലെ ഈ 2 സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ എല്ലാം ഉള്ളത് ഈ ഉത്തരേന്ത്യയിലാണ്. അതായത് ഉത്തർപ്രദേശിൽ 13 മണ്ഡലങ്ങളുണ്ട്, 11 മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട്. കൂടാതെ മധ്യപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും അടക്കം 8 മണ്ഡലങ്ങൾ വീതം ഇന്ന് വോട്ടെടുപ്പിലേക്ക് കടക്കുന്നുണ്ട്. കൂടാതെ ഒഡീഷയിൽ മത്സരം നടക്കുന്നുണ്ട്. അവിടെ 4 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വിധിയെഴുത്ത് നടക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഉത്തരേന്ത്യ അടക്കമുള്ള മേഖലകളിൽ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് പോളിംഗ് നടക്കുന്നത്. അവിടെയൊക്കെ കനത്ത ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഇന്നലെ നിശബ്ദ പ്രചാരണത്തിന്റെ ഇടയിലും സ്ഥാനാർത്ഥികൾ നെട്ടോട്ടം ഓടുന്ന നമ്മൾ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്തു. കൂടാതെ ഈ ആളുകളെല്ലാം തന്നെ എത്തണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ 2019 ഈ 4ാം ഘട്ടത്തിലെ നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അന്ന് 69.72% പോളിംഗ് എങ്കിൽ ഇത്തവണ അതിലും മേൽക്കയിലേക്ക് പോകുമോ എന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം മുൻ നടന്ന 3 ഘട്ടങ്ങളിലും ഇതേ സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ 4 മുതൽ 5% വരെ പോളിംഗ് ഓരോ ഘട്ടത്തിലും കുറയുന്നതായിട്ടാണ് നമുക്ക് വിലയിരുത്താനായി സാധിക്കുകയും ചെയ്തത്. കൂടാതെ കണക്കുകളിലൂടെ അത് വ്യക്തമാവുകയും ചെയ്തതാണ്. അത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് NDA തന്നെയാണ്. കാരണം പോളിംഗ് ശതമാനം കുറയുന്നത് അത് തിരിച്ചടിയാകുന്നത് NDAക്കാണ് എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. കൂടാതെ അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് നിർത്തിയാൽ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പോലും വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം സംസ്ഥാനങ്ങളിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 85% മുകളിലേക്ക് പോളിംഗ് ശതമാനം പോയിരുന്നുവെങ്കിൽ പോലും തന്നെ ഇത്തവണ അത് 82 കുറയുന്നു. നിലവിൽ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ പോലും തന്നെ അത്തരത്തിൽ പോളിംഗ് ശതമാനം കുറയുന്നത് അവിടുത്തെ പാർട്ടികളെ സംബന്ധിച്ചും ഒപ്പം തന്നെ കോൺഗ്രസിനെയും പ്രാദേശിക കക്ഷികളെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളാണ് ഇനി തീർച്ചയായും അതാണ് സാഹചര്യം.